ഹലോ ഗൈസ്, ഞാനിപ്പോൾ ധനുഷ്കോടിയിലാണുള്ളത്. ധനുഷ്കോടിയിലെ ഗൾഫ് ഓഫ് മണ്ണർ എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലാണുള്ളത്. ഞാൻ എന്നൊരു സ്പോട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒന്ന് പോയി കാണുക. ഞാൻ ധനുഷ്കോടിയിൽ പോയി അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ 2-3 വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. എന്നിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഗൾഫ് ഓഫ് മണ്ണർ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആദ്യം റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഒരു ഡോൾഫിൻ്റെ ലോഗോ വെച്ചിട്ട് ഒരു ഗൾഫ് ഓഫ് മണ്ണാർ ബിഷപ്പ് റിസർവ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് ഈ ഒരു ഷെഡാണ്. ഈ ബോട്ട് ആൾക്കാർ മറ്റേ മീനൊക്കെ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണിത്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ കടല, ആ സൈഡിലെ കടലിലാണ് ആൾക്കാർ ഈ മീൻ പിടിക്കാനും ഒക്കെ പോകുന്നത്. അതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളൊരു സ്പോട്ട് ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് വണ്ടിയും കൊണ്ട് നമുക്ക് ഏകദേശം പകുതി വരെ പോവാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനും പറ്റും. ഞാൻ മോനുമായിട്ട് വന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ല. ജസ്റ്റ് ഇവിടെ വന്നത് വീഡിയോ എടുത്തിട്ട് പോവാം. എന്തായാലും വരുന്ന വഴി നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടി ഞാൻ നിർത്തിയാണ്. പിന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് മീനൊക്കെ വെക്കുന്നത്. ഉണക്കമീനാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും തോന്നുന്നത്. അതെ, ഇവിടെ സൈഡിൽ ഉണക്കമീനാണ്. പിന്നെ വെള്ളമൊക്കെ അടിക്കാനുള്ള കടയൊക്കെ ഉണ്ട്. വെള്ളം നമ്മൾ പിന്നെ നേരത്തെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടൊരു സാധനം വാട്ടർ തന്നെയാണ്, വെള്ളം തന്നെയാണ്. അപ്പോൾ ആ വെള്ളം ഞങ്ങൾ നേരത്തെ കൂട്ടി ക്യാനായിട്ട് വാങ്ങിച്ച് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ ധനുഷ്കോടിയിൽ ആ എൻഡിൽ പോയപ്പം അവിടെ വെള്ളം ചോദിച്ചപ്പം ഐസ്ക്രീം കടയിൽ പോലും വെള്ളമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ വാങ്ങിച്ച് വെച്ചല്ലോ, അത്ര വെള്ളം വാങ്ങിച്ച് വെച്ചാൽ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ധനുഷ്കോടിയിൽ നിന്ന് പോയിട്ട് തിരിച്ച് 3 കുപ്പിയുള്ള ഞങ്ങളിപ്പോൾ കുടിച്ച് ചേർത്ത്. ഞങ്ങൾ 3 പേരുടെയായിട്ട്, ഞാനും എൻ്റെ വൈഫും സ്നേഹയും പിന്നെ മോനുമായിട്ട് 3 വയസ്സുള്ള മോനും, അയാൾ 3 പേരും കൂടി കുടിച്ച് ചേർത്ത 3 ബോട്ടിൽ വെള്ളമാണ്. എന്തായാലും വെള്ളം മേടിച്ച് വെച്ചതിൽ ഞങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ പൈസ ഞങ്ങൾ വണ്ടി ഇവിടെയാണ് ഒതുക്കിയിട്ടത്. വണ്ടിയോടെ ഒതുക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞാൽ അവിടെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. മാത്രമല്ല ഇന്ന് നമ്മൾ ഒരു കടക്കാരനടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു കടലിൽ നോക്കിയിട്ടാണ് അവർ പറഞ്ഞത് കടലിൽ തിര കുറവാണ്, അപ്പോൾ കാറ്റില്ലാത്ത ദിവസമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ചൂട് ഫീൽ ചെയ്യുന്നതെന്ന്. പക്ഷെ അത്രയ്ക്ക് നല്ല ചൂടാണ്. ഞാൻ AC ഇട്ടിട്ട് ഞാൻ അവരെ ആ വണ്ടിക്കകത്ത് തിരിച്ചിരിക്കുക. വണ്ടികളൊക്കെ വിട്ടു പോവുകയാണ്, അങ്ങനത്തെ റോഡാണ്. എന്തായാലും വിട്ടു പോകും ഇതുവഴി ആൾക്കാർ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൊത്തണ്ടരാമർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലത്തിലേക്ക് കയറുവാണ്. നമ്മുടെ ധനുഷ്കോടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. വലുതാണ്. ബോർഡ് വെച്ചിട്ടുണ്ട് ഗൈസ്, നോ ലിറ്ററിങ്, സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് എന്ന്. എന്നാലും നമുക്ക് ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ആ കണ്ട ഒരു പാലമുണ്ട്, അത് നേരെ ഓടി വരുമ്പോഴത്തേക്കും എൻഡിലായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. പ്രത്യേകിച്ച് അവിടെ കാണാനോ പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെറിയൊരു കാർ പാർക്കിംഗ് ആയിരുന്നു. നമ്മുടെ വണ്ടിയുടെ ഉള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ വണ്ടി തിരിച്ചിറങ്ങി. പിന്നെ ഒരുപാട് ഭക്തന്മാരൊക്കെ തൊഴാൻ വന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. നമ്മളവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചിറങ്ങുവാണ്. ഇനി നമുക്ക് നേരെ അടുത്ത സ്പോട്ട് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കണ്ട അമ്പലം കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ രാമേശ്വരത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ രാമേശ്വരത്തിൽ ഇനി നമുക്ക് കാണാൻ വേണ്ടി ഒരു സ്പോട്ട് കൂടി ബാക്കിയുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകം. അപ്പോൾ ഫൈനലി നമുക്ക് ആ ഒരു സൈറ്റും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് പോവുകയാണ്. ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഏകദേശം 12:30 അതുകൂടി കണ്ടു കഴിയുമ്പോൾ 1:30 ആവും. അപ്പോൾ നമ്മൾ അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് രാമേശ്വരം വിടുവാണ്. അപ്പോൾ ഗൈസ്, നമ്മളവിടെ ഇപ്പോൾ ഇല്ല. ഇതൊക്കെ കാളവണ്ടി വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കണ്ടെത്തി. കുറച്ച് കറങ്ങേണ്ടി വന്നു. മാപ്പിൽ ആദ്യം കാണിച്ച വേറെ സ്ഥലമായിരുന്നു, അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കിടന്ന് കറങ്ങി. പിന്നെ ഓട്ടോക്കാരനോട് ചോദിച്ചിട്ടാണ് കറക്റ്റിന് വഴി മനസ്സിലാക്കിയത്. മാപ്പിൽ കറക്റ്റായിട്ട് കാണിക്കണമെന്നില്ല എപ്പോഴും, കാരണം നെറ്റ് ഭയങ്കര സ്ലോ ആണ് ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റും കലാം സാറിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ.
ആവില്ല എന്തായാലും എടുത്തേക്കില്ല. അപ്പോൾ ഇത് ഇവിടെ ഫുള്ള് എവിടെ നോക്കിയാലും കലാം ട്രേഡേഴ്സ്, അതേപോലെ എന്താ ബോർഡുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം കലാം ആർക്കിഡ്. ഒരു എനിക്ക് തോന്നുന്നു ഒരു അബ്ദുൽ കലാം സാറിന്റെ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. കലാം സ്ട്രീറ്റ് എന്നായിരിക്കും അറിയപ്പെടുന്നത് അതിനോ. അപ്പൊ എന്ത് ഈ കാണുന്നതാണ് കലാം സാറിന്റെ വീട്. ഈ നീല ഗേറ്റ്. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിടണം. എൻട്രി ഫീ ഉണ്ടോന്ന് അറിയില്ല. പുള്ളിക്കാരൻ മേലോട്ട് കയറി പോകാൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് മേലോട്ട് കയറി പോവാം. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാ അങ്ങോട്ടേ തിരക്ക് കുറയുകയാണെങ്കിൽ അങ്ങോട്ട് കയറാം ആ സമയത്ത്. இந்த ஸ்ட்ரீட்டுக்கு ஏதாவது பேர் இருக்கா? இந்த ஸ்ட்ரீட்டுக்கு ஏதாவது பேர் இருக்கா? பள்ளிவாசல் தெரு. அப்படியா? ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് മുകളിലോട്ട് കയറി പോയി നോക്കിയിട്ട് വരാം. ഇതിന്റെ ഈ സ്ട്രീറ്റിന്റെ പേരപ്പോ പള്ളിവാസൽ തെരു എന്നാണ് അറിയപ്പെടുന്നത്. ഇതാകുമ്പോൾ മേളിൽ കയറി പോയി നോക്കാം. കാരണം അവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഗൈസ് നമ്മൾ അബ്ദുൽ കലാം സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ നമുക്ക് മ്യൂസിയം ആയതുകൊണ്ട് വീഡിയോസും കാര്യമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നമുക്ക് സാറിന് മെമ്മോറിയൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് പോകാമെന്ന്. APJ അബ്ദുൽ കലാം സാറിന്റെ മെമ്മോറിയൽ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ പമ്പൻ പാലത്തിന്റെ അടുത്തായിട്ടാണ് ഈ അബ്ദുൽ കലാം സാറിന്റെ മെമ്മോറിയൽ വരുന്നത്. നമ്മളിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചാണ് നമ്മൾ ഇപ്പൊ ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പമ്പൻ പാലം എന്ന് ഇപ്പൊ ഇങ്ങോട്ടെന്ന് പറഞ്ഞത്. നമ്മൾ പമ്പൻ പാലത്തിന് തൊട്ട് മുമ്പിലായിട്ടാണ് APJ അബ്ദുൽ കലാം സാറിന്റെ മെമ്മോറിയൽ വരുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കാണാം. അപ്പൊ ഗൈസ് ഇവിടെയും നമുക്ക് അകത്ത് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഫോൺ കൊണ്ടുപോകാൻ പോലും പറ്റില്ല, പിന്നല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെളിയിരുന്ന ആൾക്കാരാണ് പറഞ്ഞത് അകത്ത് ഫോൺ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. മാക്സിമം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വിഷയങ്ങളാവും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത്. ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അത് ഞങ്ങൾ എന്തായാലും അകത്ത് കയറുവാണ്. അകത്ത് കയറി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ നിർത്തി. നല്ല വിശപ്പുണ്ട്. എന്തായാലും കയറി ഫുഡ് കഴിക്കാം. എന്താ കിട്ടുമെന്ന് നോക്കാം നമുക്ക് ആദ്യമേ. അങ്ങനെ നമുക്ക് ചിക്കൻ സാപ്പാട് വന്നു. ഇവിടെ ചിക്കൻ സാപ്പാട് എന്ന് പറയുന്ന ചിക്കൻ ബിരിയാണി അങ്ങനെ വന്ന് ഇപ്പോൾ കഴിക്കാം. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ചിക്കൻ സാപ്പാട് ഇങ്ങനെയൊക്കെയാണ്. ചിക്കൻ ബിരിയാണി, പിന്നെ സലാഡ്, പിന്നെ ഇത് ഒരു റവ കൊണ്ടുള്ള ഒരു ഐറ്റം കേട്ടോ. കേസരി പോലത്തെ ഒരു ഐറ്റം. ചിക്കൻ ബിരിയാണിയിലൂടെ മുട്ട ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ സാമ്പാറുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് സാമ്പാർ കൊണ്ടവർക്ക് സാമ്പാർ കഴിക്കാം. ഞങ്ങൾ രണ്ടുപേരും സാമ്പാർ എടുത്തില്ല. അതൊക്കെ എങ്ങനെ നമുക്ക് എടുക്കുന്നതല്ലേ. എന്നാലും കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, സാധനം കൊള്ളാം. ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പം അതിൻ്റെ മധുരം കേട്ടാ. കൊള്ളാം, അടിപൊളി, സൂപ്പർ.